الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. സത്യവിശ്വാസികളുടെ അഥവാ മുഅ്മിനീങ്ങളുടെ ഒരു പ്രധാന വിശേഷണമായി, പ്രത്യേകതയായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെട്ട ഒരു സ്വഭാവമാണ് ഇനാബ, അഥവാ അള്ളാഹുവിലേക്ക് താഴ്മയോടുകൂടി ഖേദിച്ച് മടങ്ങുക എന്നത് ഒരു മുഅ്മിനിന്റെ സ്വഭാവമായി പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഭാഷയില്, അഥവാ അറബി ഭാഷയിൽ ഇനാബ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് വളരെ മനോഹരമായൊരു വാക്കാണ്. ഇഅ്തിയാദു മകാനിൻ വറുജൂഉ ഇലൈഹി. ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ, ആ സ്ഥലം തിരഞ്ഞെടുത്തിട്ട് അതിലേക്ക് മടങ്ങുകയും അത് പതിവാക്കുകയും ചെയ്യാം. ഒരു ഫിക്സഡ് ഏരിയ തിരഞ്ഞെടുത്തിട്ട്, ഒരു പ്ലേസ് തിരഞ്ഞെടുത്ത് അതിലേക്ക് നിരന്തരമായി തിരിച്ചു പോവുക, അത് പിന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. വല്ലാത്തൊരു വാക്കാണത്. എന്നാൽ ശർഈയായി, സാങ്കേതികമായി ഇനാബ എന്നതിന് അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ വിശദീകരിച്ചത് ഇപ്രകാരമാണ്: അത്തഅല്ലുഖു ബില്ലാഹി തആല, സർവശക്തനായ അല്ലാഹുവോടുള്ള അടുപ്പം, തഅല്ലുഖ് ബന്ധം. അതുപോലെ വത്തവാദുഉ ലിജലാലിഹി, അവന്റെ മഹത്വത്തിനു മുന്നിൽ, മഹാത്മ്യത്തിനു മുന്നിൽ കീഴൊതുങ്ങൽ. വൽ മുസാറഅതു ഇലാ മർവാതിഹി, അവന്റെ തൃപ്തിക്ക് വേണ്ടി തിടുക്കം കൂട്ടൽ. വൽ ഇഖ്ബാലു അലാ ത്വാഅതിഹി ബിഹമാസിൻ കാമിൽ, അവനെ അനുസരിക്കാനുള്ള വ്യഗ്രത, തിടുക്കം. ഇങ്ങനെ ഒരുപാട് ആശയങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു പദമാണ് ഇനാബത്ത് എന്ന് പറയുന്നത്. ഈ ഇബാദത്തിന്റെ അഥവാ അള്ളാഹ്ക്കുള്ള ആരാധനയുടെ വകുപ്പുകളിൽ, അഖ്സാമുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇനാബ. പ്രിയമുള്ളവരെ, ഇതുണ്ടാകുന്നത് ചില തിരിച്ചറിവിൽ നിന്നാണ്. അതായത് അള്ളാഹു ആകുന്നു എന്റെ സ്രഷ്ടാവ്, അവൻ ശക്തനും ഞാൻ ദുർബലനുമാകുന്നു എന്നിടത്തു നിന്നാണ് അള്ളാഹുവിലേക്ക് മടങ്ങണം എന്ന ചിന്തയുണ്ടാകുന്നത്. അതുപോലെ അള്ളാഹുവിന്റെ തൗഫീഖില്ലാതെ ഈ ദുനിയാവിലും ആഖിറത്തിലും യാതൊന്നും നേടിയെടുക്കാൻ എനിക്ക് കഴിയൂല. കാരണം എന്താ? എല്ലാ ഖൈറുകളും അത് അള്ളാഹുവിന്റെ കയ്യിൽ മാത്രമാകുന്നു, അള്ളാഹുവിങ്കിൽ നിന്നാകുന്നു എന്ന ധാരണയിൽ നിന്നാണ് അള്ളാഹുവിലേക്ക് എപ്പോഴും തിരിച്ചു പോകേണ്ടതുണ്ട് എന്ന ബോധമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ മാത്രം തവക്കുലാക്കി, അവനിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ച്, അവനെ മാത്രം ആരാധിച്ച്, അവനോട് മാത്രം പ്രാർത്ഥിച്ച് നിലകൊള്ളേണ്ടവനാണ് ഞാൻ എന്നൊരു തിരിച്ചറിവിൽ നിന്നാണ് ഇനാബ അഥവാ അള്ളാഹുവിലേക്ക് ഖേദിച്ച് താഴ്മയോടെ ശരീരവും മനസ്സും ഒക്കെ റബ്ബിങ്കിലേക്ക് തിരിച്ച് അവനിലേക്ക് മടങ്ങുക എന്നൊരാശയം കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഇനാബത്തിനെ രണ്ട് ഭാഗങ്ങളാക്കി അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ കാണാം, അള്ളാഹുവിലേക്ക് താഴ്മയോടുകൂടി മടങ്ങുക എന്നതിന്, ഖേദിച്ച് മടങ്ങുക എന്നതിന് രണ്ട് ഭാഗങ്ങളായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഭാഗം അത്തൗബത്തു വൽ ഇസ്തിഗ്ഫാർ. എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് മടങ്ങൽ?
തൗബയിലൂടെയും ഇസ്തിഗ്ഫാറിലൂടെയുമാണ്. രണ്ടാമതായി എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് മടങ്ങുക? അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്ക് മുന്നിട്ട് വരിക ജവാരിഹുകൾ കൊണ്ട്. ഒരു വശത്ത് ഖൽബാണെങ്കിൽ മറുവശത്ത് അവയവങ്ങളാണ്. നമ്മുടെ അവയവങ്ങൾ മുഴുവനും അള്ളാഹ്ക്ക് കീഴൊതുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക എന്നുള്ളതാണ്. ഇതിനുള്ള തെളിവെന്താ? അള്ളാഹുവിന്റെ ഖുർആനിലെ 39-ാമത്തെ സൂറത്ത് സുമർ, അതിൽ 53, 54 ആയത്ത്. ഈ ആയത്ത് നമുക്കൊക്കെ പരിചയമുള്ള ആയത്താണ്. നബിയെ കൊണ്ട് അല്ലാഹു തആല പറയിപ്പിക്കുകയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പറയുക നബി, സ്വന്തം ശരീരത്തോട്, ആത്മാവിനോട്, നഫ്സിനോട് അതിക്രമം ചെയ്തു പോയ എന്റെ അടിമകളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു പറയുന്നത് അവരോട് പറഞ്ഞു കൊടുക്കുക നബി. എന്താണ്? അള്ളാഹ് എന്താ പറയണത്? എന്റെ റഹ്മത്തിനെ പറ്റി നിങ്ങൾ നിരാശപ്പെടരുത്. എത്ര വലിയ തെറ്റ് ചെയ്താലും, അത് വൻപാപങ്ങളിൽപ്പെട്ടതായാലും ചെറുപാപങ്ങളിൽപ്പെട്ടതായാലും ഏതൊക്കെ തിന്മ ചെയ്താലും നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബയിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. എന്തുകൊണ്ടറിയോ? ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. തീർച്ചയായിട്ടും അള്ളാഹു പാപങ്ങളെല്ലാം പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. തീർച്ചയായിട്ടും അല്ലാഹ് തന്നെയാണ് ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയും. വളരെ മനസ്സിന് സമാധാനം നൽകുന്നൊരു ആയത്താണത്. എത്രത്തോളം നമ്മൾ ആ ആയത്തിനെ പഠിക്കണോ അത്രത്തോളം മനസ്സിന് സമാധാനം കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച്. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്ത ആള് മരിക്കണവരെ ആ തെറ്റിലേക്ക് ചേർത്തിട്ടാ പറയാം. ഒരു ഉദാഹരണം, ഇന്ന നാട്ടിലൊരാളുണ്ടായിരുന്നു. അയാളുടെ ജീവിതത്തില് അറിവില്ലാത്ത കാലത്ത് അയാൾ എന്തെങ്കിലും ഒന്ന് മോഷ്ടിച്ചു എന്ന് വിചാരിക്കാം. ആ മോഷിച്ച വ്യക്തിയെ മരിക്കുന്നത് വരെ നമ്മൾ ഉപയോഗിക്കുന്നത് കള്ളൻ അല്ലെങ്കിൽ ഇന്ന ആള്, ഉദാഹരണം പറഞ്ഞാൽ കള്ളൻ സുലൈമാൻക അല്ലെങ്കിൽ കള്ളൻ പോക്കരാക്ക എന്നൊക്കെ മരിക്കണവരെ പറയാം. അയാള് മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞാലും അയാളെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടായാൽ, അയാളെ പേരക്കുട്ടികളതിൽ നടന്നുപോയാൽ, അയാളുടെ മരുമകൾ പോലും കടന്നുപോയാൽ നമ്മൾ ചേർത്തി പറയാ ഇന്ന ആളുടെ മരുവോള്, കള്ളപ്പോക്കരാക്കാന്റെ മരുവോള് അല്ലെങ്കിൽ കള്ളൻ സുലൈമാക്കാന്റെ പേരക്കുട്ടി എന്നാ പറയാ. നഊദുബില്ല. ഏതൊരു തെറ്റാണോ മനുഷ്യൻ ചെയ്ത ആ തെറ്റിലേക്ക് ചേർത്തിയിട്ട് മരിച്ചാലും മരണത്തിന് ശേഷവും വിളിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പോലും. അവിടെയാണ് റബ്ബുൽ ഇസ്സത്തിന്റെ വിശാലത മനസ്സിലാവണത്. നോക്കൂ, എത്ര തെറ്റ് ചെയ്താലും അള്ളാഹു തെറ്റ് ചെയ്ത് അടിമയെ വിളിക്കുന്നത് കള്ളൂടിയ, പെണ്ണുപിടിയ, മോഷ്ടാവേ, തെമ്മാടി, പള്ളിയുടെ പണം കട്ടവനെ, അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചവനെ എന്നല്ല അള്ളാഹ് വിളിക്കണത്. അറിയോ? യാ ഇബാദി എന്നാണ്, എന്റെ അടിമകളെ എന്നാണ്. സ്വന്തം പെറ്റമ്മക്ക് പോലും വിളിക്കാൻ പറ്റാത്തൊരു വാക്കാണ്. അവനെ പോറ്റി വളർത്തിയൊരു ബാപ്പക്ക് പോലും പൊന്നുമോനെ വിളിക്കാൻ പറ്റാത്തൊരു വാക്കാണത്. യാ ഇബാദി എന്നാണ്. മോഷ്ടാവെ പിടിച്ചു വരിക്കാരെന്നല്ല വിളിച്ചു, പിന്നെ അടിമകളേന്ന്, എന്റെ അടിമകളേന്ന്. വല്ലാത്തൊരു വാക്കാണ്. ഇതിലൂടെയാണ് നമ്മൾ അള്ളാഹുവിലേക്ക് തിരിച്ചു പോണത്, ഈ തൗബയിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ. എത്ര തെറ്റ് ചെയ്താലും അള്ളാഹു സ്വീകരിക്കാൻ റെഡിയാണ്. അൽഹംദുലില്ലാഹ്. രണ്ടാമത്തെ വിഷയമാണ് ഇത് ശരീരം കൊണ്ട് റബ്ബിലേക്ക് മടങ്ങുക എന്നുള്ളത്. അവിടെ ശരീരമുണ്ട്, മനസ്സുണ്ട്. എന്താ വാക്ക്? വഅനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ് സുമ്മ ലാ തുൻസറൂൻ. നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പായി, അത് രാവും പകലും വരാം, അത് വരുന്നതിന് മുമ്പായി നിങ്ങൾ നിങ്ങളുടെ റബ്ബിങ്കിലേക്ക് താഴ്മയോടുകൂടി ഖേദിച്ചു മടങ്ങുകയും അള്ളാഹുവിന് അനുസരണയോടെ കീഴ്പ്പെടുകയും ചെയ്യുവിൻ. പിന്നെ ആ ശിക്ഷ വന്നതിന് ശേഷം നിങ്ങൾ സഹായിക്കപ്പെടുന്നതല്ല എന്നാണ്. ഈ ആയത്തിന് എന്താ പഠിപ്പിക്കുന്നത്? അല്ലാമ ഇമാം സഅദ് റഹ്മഹുല്ലാ ഈ ആയത്തിന് നൽകിയ തഫ്സീർ പ്രകാരമാണ്. അതായത് നിങ്ങളുടെ ഹൃദയങ്ങൾ കൊണ്ട് നിങ്ങൾ റബ്ബിങ്കിലേക്ക് തിരിയുക, നിങ്ങളുടെ അവയവങ്ങൾ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് കീഴടങ്ങുക എന്നാണ്. അപ്പൊ ശരിക്ക് മനസ്സും ശരീരവും അള്ളാഹുവിലേക്ക് തിരിച്ചു വെക്കലാണ് ഇനാബത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് ആദ്യമായിട്ട് കേൾക്കാൻ അല്ല പ്രിയമുള്ളവരെ. നമ്മള് മദ്രസയുടെ ബാലപാഠമായി പഠിച്ചു പോയതാണത്. ഈ സ്വഭാവം ആരുടേതെന്നറിയോ? ഇമാമിങ്ങളായ അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രബലരായ സ്വർഗത്തിന്റെ അവകാശികളായ മാസൂമിങ്ങളായ അംബിയ മുർസലീങ്ങളുടെ സ്വഭാവമാണത്.
ഏത്? അള്ളാഹുവിലേക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മുന്നിടുക എന്നത്. അള്ളാഹുവിന്റെ ഖുർആനിൽ അബുൽ അംബിയ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ കുറിച്ച് പറഞ്ഞ വാക്കെന്തറിയോ? ഇന്ന ഇബ്രാഹിമ ലഹലീമുൻ അവ്വാഹും മുനീബ്. തീർച്ചയായും ഇബ്രാഹിം നബി സഹനശീലനും ഏറെ അനുകമ്പയുള്ളവനും അള്ളാഹുവിലേക്ക് താഴ്മയോടെ ഖേദിച്ച് മടങ്ങുന്നവരും തന്നെയാണ്. സൂറത്ത് യൂനുസ് 75-ാമത്തെ ആയത്ത്. മഹാനായ സയ്യിദുന ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ കുറിച്ച് പറയാണ്, ഫസ്തഗ്ഫറ റബ്ബഹു വഖറ റാഖിഅൻ വഅനാബ്. തുടർന്ന് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ റബ്ബിനോട് പാപമോചനം തേടി ഇസ്തിഗ്ഫാർ നടത്തി. അതുപോലെ അദ്ദേഹം റുക്കൂ ചെയ്തു. വഅനാബ്, അദ്ദേഹം റബ്ബിങ്കിലേക്ക് താഴ്മയോടെ ഖേദിച്ച് മടങ്ങുകയും ചെയ്തു. ആര്? സ്വർഗത്തിന്റെ അവകാശികളായ അമ്പിയാക്കൾ. സ്വർഗത്തിന്റെ അവകാശികളായ അമ്പിയാക്കളുടെ സ്വഭാവമാണ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും റബ്ബിലേക്ക് മടങ്ങുക എന്നുള്ളത്. ഒരുപക്ഷെ നമ്മളങ്ങനെ ആലോചിക്കൽ പോലും ഉണ്ടാവില്ല. ചിലപ്പോ അങ്ങനത്തെ ഒരു ആലോചന പോലും ഉമ്മത്തിന്റെ മനസ്സിൽ നിന്ന് അന്യം വന്നിട്ടുണ്ട്. അത് വളരെ ഗൗരവമാണ്. ഇനി നോക്കൂ നിങ്ങള്, മഹാനായ സയ്യിദുന ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 25ഓളം നബിമാരെ പഠിപ്പിക്കുന്നിടത്ത് പറയുന്ന പേരുകളതൊക്കെ. ശുഐബ് നബി പറഞ്ഞ വാക്കെന്താ? ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅത് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. നമ്മളെല്ലാവരും കേൾക്കണ വാക്കാണ്. ശേഷം എന്തറിയോ? അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്താനല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം നൽകുന്നതിന് തൗഫീഖ് കിട്ടുന്നത്. എത്ര നന്മ ചെയ്യണേ അള്ളാഹുവിന്റെ തൗഫീഖ് വേണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അവന്റെ മേൽ, അള്ളാഹുവിന്റെ മേലാണ് ഞാൻ തവക്കുലാക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്നു. സൂറത്ത് ഹൂദിന്റെ 88-ാമത്തെ ആയത്ത്. നമുക്ക് എത്ര സ്ഥലത്ത് ഇതന്നെയാണ് ലോകരുടെ നേതാവായ സ്വർഗത്തിലേക്ക് ഒന്നാമതായി പ്രവേശിക്കുന്ന സയ്യിദുന ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഫത്തും പ്രത്യേകതയും അത് തന്നെയാണ്. 42-ാം അധ്യായം സൂറത്ത് ശൂറ അതിന്റെ 10-ാമത്തെ ആയത്തിൽ കാണാം, വമഖ്തലഫ്തും ഫീഹി മിൻ ശൈഇൻ ഫഹുക്മുഹു ഇലല്ലാഹ്. മിൻ ശൈഇൻ ഫഹുക്മുഹു ഇലല്ലാഹ്. പറയുക നബിയെ, നിങ്ങൾ അഭിപ്രായ വ്യത്യാസക്കാരായിട്ടുള്ളത് ഏത് കാര്യത്തിലാകട്ടെ അതിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അവകാശം അല്ലാഹുവിനാകുന്നു. ദാലികുമുല്ലാഹു റബ്ബി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അവനാണ് എന്റെ റബ്ബായ അല്ലാഹു, അവന്റെ മേൽ ഞാൻ തവക്കുലാക്കുന്നു, അവങ്കലേക്ക് ഞാൻ, ആരാണ് ഞാൻ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം താഴ്മയോടെ ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞാൽ എന്താ അറിയോ? ഇമാം സഅദ് റഹ്മഹുല്ലാഹ് പറയാണ്, അതായത് അതവജ്ജഹു ബിഖൽബി വബദനി ഇലൈഹി വഇലാ ത്വാഅതിഹി വഇബാദതിഹി. ഞാൻ മുഹമ്മദ് എന്റെ ഹൃദയത്തോടും ശരീരത്തോടും കൂടി അവനിലേക്കാണ് തിരിയുന്നത്. എന്റെ ഖൽബും അല്ലാഹുള്ളതാണ്, എന്റെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളും അല്ലാഹുള്ളതാണ്. അള്ളാഹുവിന്റെ അനുസരണയിലേക്കും ആരാധനയിലേക്കുമാണ് ഞാൻ മടങ്ങുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും അല്ല, എല്ലായ്പ്പോഴും നമ്മൾ സജീവമായി കൊണ്ടു നടക്കേണ്ടുന്ന ഒരു ബോധമാണിത്, ഒരാരാധനയാണിത് ഇനാബത്ത് എന്ന് പറയുന്നത്. എത്രത്തോളം വെച്ചാല് മുഅ്മിനീങ്ങളായ നമ്മളോടൊക്കെ അല്ലാഹു തആല പഠിപ്പിച്ചത് ഈ അള്ളാഹിലേക്ക് ഖേദിച്ച് മടങ്ങിയ ആളുകളുടെ മാർഗം പിൻപറ്റാനാണ്. എവിടെ അറിയോ? അള്ളാഹിന്റെ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ അതിന്റെ 15-ാമത്തെ ആയത്തിൽ കാണാ, വത്തബിഅ സബീല മൻ അനാബ ഇലൈ. അള്ളാഹ് പറയാണ്, എന്നിലേക്ക് മടങ്ങിയവരുടെ മാർഗം നീ പിൻപറ്റുക എന്നാണ്. ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ മനോഹരമായ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറയാണ്, അൽ ഇനാബത്തു ഇലല്ലാഹി സുബ്ഹാനഹു വതആല വമഹബ്ബതുഹു ബികുല്ലിൽ ഖൽബി വൽ ഇഖ്ബാലു അലൈഹി വത്തനഉമു ബിഇബാദതി ഫലാ ശൈഅ അശ്റഹു ലിസദ്രിൽ അബ്ദി മിൻ ദാലിക. അല്ലാഹുവിലേക്കുള്ള കീഴൊതുങ്ങൽ ഖൽബിൽ, ഹൃദയത്തിൽ, റൂഹിൽ പരിപൂർണമായി അവനോടുള്ള ഇഷ്ടം, അതുപോലെ അവനിലേക്കുള്ള സാമീപ്യവും
അവനെ ഇബാദത്ത് ചെയ്യുന്നത് കൊണ്ടുള്ള ആശ്വാസത്തെക്കാളും അടിമയുടെ ഖൽബിന് വിശാലത നൽകുന്ന മറ്റൊന്നും തന്നെ ഇല്ലെന്നാണ്. ഒരു പക്ഷേ ഞാൻ ഇപ്പറഞ്ഞ വാക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയമുള്ളവർ, ഏറ്റവും ഖൽബിന് ആശ്വാസം കിട്ടുന്ന കാര്യം എന്തറിയോ? ഒന്ന്, അള്ളാഹുവിലേക്ക് കീഴുതുങ്ങ. നമ്മുടെ ഖൽബിൽ പരിപൂർണമായി അവനോട് ഹുബ്ബുണ്ടാകുക, ഹുബ്ബുല്ലാഹ്, മഹബ്ബത്തുല്ലാഹ്. മൂന്നാമത്, അള്ളാഹുവിലേക്കുള്ള തഖർറുബ്, റബ്ബിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ എപ്പോഴും തേടിക്കൊണ്ടിരിക്കുക. നാലാമത്, ഇതിന്റെ ഭാഗം തന്നെയാണത്, എങ്കിലും അത് പ്രത്യേകം പറഞ്ഞു, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ഇതുവഴി ലഭിക്കുന്ന ആശ്വാസത്തെക്കാളും ഒരടിമക്കും ആശ്വാസം നൽകുന്ന മറ്റൊരു വിഷയമില്ല. ഒരു ഭാര്യയിലും, ഒരു ഭർത്താവിലും, ഒരു സ്വത്തിലും, ഒരു ജീവിതത്തിലും ഈ ഒരു സുഖം മനുഷ്യന് കിട്ടൂല എന്നാണ്. ഇത് കിട്ടിയ ആൾക്കാരാണ് സഹാബത്തും താബീങ്ങളും തബൂതാബീങ്ങളും. ഇതിപ്പോഴും തേടി നടക്കണ, പലപ്പോഴും ഇതിന്റെ ഓരത്ത് കൂടി തെറ്റിപ്പോണ ആൾക്കാരാണ് നമ്മിൽ പലരും. അതുകൊണ്ടാണ് ആരാധന നിർവഹിക്കുന്നിടത്ത് പോലും കഴിഞ്ഞാലൊന്നൊരു മനസ്സുഖം നമുക്ക് കിട്ടാത്തത്. ഞാൻ തുറന്നു പറയാം, മുമ്പ് നമ്മളൊരു ഖുത്ബ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിക്ർ ചൊല്ലിയാൽ പോലും ഒരു മനസ്സിനൊരു കുളിര് വരാത്ത, കയ്യിലുള്ളൊരു സമ്പത്തിന്റെ ഓഹരി നിശ്ചിത ശതമാനം മറ്റൊരാൾക്ക് നൽകുന്നിടത്ത് പോലും മനസ്സിനൊരു കുളിര് ലഭിക്കാത്തത് എന്താ? ഈ ഇനാബത്തിന്റെ മാർഗത്തിലൂടെ കടന്നു പോകാത്തതാണ്. അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ. ഇതിൽ അദ്ദേഹം പറഞ്ഞ വാക്കെന്തറിയോ? ഹത്താ ഇന്നഹു ലയഖൂലു അഹ്യാനൻ, അങ്ങനെ ചിലപ്പോഴൊക്കെ അവൻ പറയും, ഇൻ കുൻതു ഫിൽ ജന്നതി ഫീ മിത്ലി ഹാദിഹിൽ ഹാല ഫഇന്നി ഇദൻ ഫീ ഐശിൻ തയ്യിബിൻ. ഈ അവസ്ഥയിലാണ് ഞാൻ സ്വർഗത്തിലെങ്കിൽ തീർച്ചയായും ഞാൻ ആസ്വാദ്യകരമായ ജീവിതത്തിലായിരിക്കുന്നത്. വല്ലാത്ത വാക്കാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ അള്ളാഹുവിലേക്ക് മടക്കത്തിലേക്ക്, റബ്ബിങ്കിലേക്ക് എപ്പോഴും മടങ്ങാം. ഇസ്തിഗ്ഫാറിലൂടെ, തൗബയിലൂടെ, ഇബാദത്തിലൂടെ എല്ലാ നിലക്കും നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുക. അതിനാണ് ഇനാബത്ത് എന്ന് പറയാം. അതിന് നമ്മെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട നിരവധി കാരണങ്ങളുണ്ട്. അതിലൊരു കാര്യം തരങ്ങൾ നിരന്തരമായി വിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ഇമാമിങ്ങൾ വിശദീകരിച്ച, അതായത് റബ്ബിലേക്ക് എപ്പോഴും നമ്മെ അടുപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിരന്തരം വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുന്നതാണ്. എവിടെ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ബുറൈദ റളിയല്ലാഹു തആല ദഖൽതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മസ്ജിദ ഇശാഅൻ. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇശാഇന്റെ സമയത്ത് ഞാൻ പള്ളിയിൽ പ്രവേശിച്ചു. ഇശാ നിസ്കരിക്കുന്ന നേരത്ത് ഫഇദാ റജുലുൻ يقرأ ويرفع صوته فقلت يا رسول الله أتقول هذا مرائٍ. ഈ സമയത്ത് ആ പള്ളിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരു മനുഷ്യൻ ഉച്ചത്തിൽ, മറ്റൊരു സഹാബി വളരെ ശബ്ദത്തിൽ ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടായിരുന്നു. അതിനാൽ ആ ഉറക്ക ഖുർആൻ പാരായണം ചെയ്യുന്ന മനുഷ്യൻ ആളുകളെ കാണിക്കാൻ വേണ്ടി, റിയാഇന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, പ്രസിദ്ധിക്ക് വേണ്ടി ഓതുന്നവനാണോ, കാപട്യക്കാരനാണോ എന്ന് ഞാൻ നബിയോട് ചോദിച്ചു. എവിടെ? അള്ളാന്റെ പള്ളിയിൽ നിന്ന് ഉറക്കം ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ മുഅ്മിനുൻ മുനീബുൻ, ബൽ മുഅ്മിനുൻ മുനീബുൻ. ഇല്ല, അവൻ കാപട്യക്കാരനല്ല, അവൻ റിയാഇന്റെ ആളല്ല. അവൻ ആകെ ചെയ്യുന്ന പണി എന്താ? വിശുദ്ധ ഖുർആൻ ഓതാണ്. അയാൾ ആരാന്നറിയോ? അവൻ വിശ്വാസിയാണ്, മുനീബാണ്. മുനീബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് നിരന്തരമായി താഴ്മയോടെ ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ അതിന്റെ ആശയം മനസ്സിലാക്കി അത് കൃത്യമായി പാരായണം ചെയ്യാന്നുള്ളത് ഇനാബത്തിന്റെ മാർഗത്തിൽപ്പെട്ടതാണ് എന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനാബത്തിന് വലിയ പ്രാധാന്യം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സദാ റബ്ബിലേക്ക് മടങ്ങുന്ന ഓരോ നിമിഷങ്ങളിലും തൗബയിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പ്രവർത്തനത്തിലൂടെ എപ്പോഴും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന സാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. اوصيكم واياي بتقوى الله. ബഹുമാന്യരായ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, കാരണം അള്ളാഹുവിലേക്ക് അടുക്കുന്ന മാർഗങ്ങളിൽപ്പെട്ടതാണ് ഇബാദത്തുകളൊക്കെ. ഏത് ഇബാദത്തുണ്ട്? ഇബാദത്ത്
നമ്മളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഏതെങ്കിലും കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് മാത്രം ഇങ്ങനെ പഠിച്ചു വെച്ച് മനസ്സിലാക്കി വെച്ചാൽ അതിനപ്പുറത്തേക്ക് ഒരു കാര്യം പഠിക്കാനോ അല്ലെങ്കിൽ അപ്പുറത്തൊരു കാര്യം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള ഒരു ഹൃദയ വിശാലതയിലേക്ക് പലപ്പോഴും ഉമ്മത്തിൽ പലരും എത്തിയിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥ വല്ലാഹുൽ മുസ്തആൻ നമുക്ക് വരരുത്. അള്ളാഹുവിലേക്കുള്ള തഖർറുബ്, സാമീപ്യത്തിന്റെ മാർഗങ്ങളെല്ലാം, അതാണ് ആയത്ത് ദലീലായിട്ട് പണ്ഡിതന്മാർ ഒന്ന് തൗബ ഇസ്തിഗ്ഫാറും, മറ്റേതെന്താ അള്ളാഹുവിലുള്ള കീഴൊതുങ്ങൽ. ഏതാ കീഴൊതുങ്ങൽ? എങ്ങനെ കീഴൊതുങ്ങ? കൽബ് കൊണ്ടുള്ള കീഴൊതുങ്ങലുണ്ട്, നാവ് കൊണ്ടുള്ള കീഴൊതുങ്ങലുണ്ട്, അവയവങ്ങൾ കൊണ്ടുള്ള കീഴൊതുങ്ങലുണ്ട്. ഇസ്തിസ്ലാമും ഉബൂദിയത്തും അതൊക്കെ എന്താണ്? അതൊക്കെ ഇനാബത്താണ്. എല്ലാ നിലക്കും അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങലാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, അങ്ങനെ മടങ്ങിയാൽ എന്താ മെച്ചം? തൗബ ചെയ്ത് എന്താ മെച്ചം? ഇസ്തിഗ്ഫാർ നടത്തി എന്താ മെച്ചം? സൽക്കർമ്മങ്ങൾ ചെയ്ത് എന്താ മെച്ചം? അള്ളാഹുവിന് വേണ്ടി ഒഴിഞ്ഞിരുന്നാൽ എന്താ മെച്ചം? വലിയ മെച്ചങ്ങളാണ്. ഒന്നാമത്തെ മെച്ചം നിങ്ങൾ അള്ളാഹുവിന്റെ വഹ്ദാനിയ തൗഹീദ്, ആ തൗഹീദിനെ സ്ഥാപിക്കാനും തൗഹീദിൽ ഉറച്ചു നിൽക്കാനും അള്ളാഹുവിലേക്കുള്ള താഴ്മയോടെ ഖേദിച്ച് മടങ്ങൽ അത്യാവശ്യമാണ്. അള്ളാന്റെ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിന്റെ 17-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറഞ്ഞ വാക്കെന്നറിയോ? والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عباد. ത്വാഗൂത്ത് അഥവാ ശൈത്താൻ അല്ലെങ്കിൽ മറ്റ് ആരാധ്യ വസ്തുക്കൾ, ദുർമൂർത്തികൾ, അതിനെ ആരാധിക്കുന്നതിനെ വെടിയുകയും ഉപേക്ഷിക്കുകയും വർജിക്കുകയും അള്ളാഹുവിലേക്ക് താഴ്മയോടെ വിനയത്തോടെ ഖേദത്തോടെ മടങ്ങുകയും ഇനാബത്ത് ചെയ്തവരാരോ അവർക്കാണ് സന്തോഷ വാർത്ത. അപ്പൊ വഹദാനിയത്തിന്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ വഹദാനിയത്തിനോട് ചേർന്ന് തൗഹീദിനോട് ചേർന്ന് പഠിപ്പിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരാശയം, അതിന്റെ ഭാഗമാണത് ഇനാബത്ത് എന്ന് പറഞ്ഞാൽ. അതിനാൽ എന്റെ അടിയാന്മാർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുന്ന നബി എന്നാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിലേക്ക് താഴ്മയോടെ ഖേദിച്ച് മടങ്ങുന്നതിലൂടെ ലഭിക്കുന്നത് എന്താ അറിയോ? ശിർക്കിൽ നിന്നുള്ള മോചനമാണ്. ശിർക്കിൽ നിന്നും മോചനം ലഭിക്കാത്തവൻ മുനീബാവൂല. അവൻ നിസ്കരിച്ചിട്ട് പോലും മുനീബാവൂല. അവനെ എത്ര ഇബാദത്തെടുത്താലും അവൻ അള്ളാഹുവിലേക്ക് താഴ്മയോടെ ഖേദിച്ച് മടങ്ങുന്നവനാകൂല. ഏതൊരുത്തൻ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാത്തവൻ. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞെന്തറിയോ? വിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തുർ റൂം 31-ാമത്തെ ആയത്ത്. അവിടെ അള്ളാഹ് പറഞ്ഞ വാക്കെന്താ? മുനീബീന ഇലൈഹി വത്തഖൂ, മുനീബീന ഇലൈഹി വത്തഖൂഹു വഅഖീമുസ് സ്വലാത്ത വലാ തകൂനൂ മിനൽ മുശ്രികീൻ. അല്ലാഹുവിങ്കലേക്ക് തിരിഞ്ഞവരായിരിക്കുകയും താഴ്മയോടെ ഖേദിച്ച് റബ്ബിങ്കലേക്ക് മടങ്ങിയവരായിരിക്കുകയും അള്ളാഹുവിന് തഖ്വ പാലിക്കുന്നവരായിരിക്കുകയും നിസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ചെയ്യുക. നിങ്ങൾ ഒരിക്കലും എവിടെ പോകരുത്? ബഹുദൈവാരാധകരുടെ മുശ്രിക്കുകളുടെ കൂട്ടത്തിലായി പോകരുത്. വളരെ ഗൗരവത്തിലുള്ള പഠിപ്പിച്ച കാര്യമാണ്. അപ്പൊ തൗഹീദിന്റെ ഭാഗമാണ് ശിർക്കിൽ നിന്നുള്ള ഒരു മോചനത്തിന്റെ വഴി കൂടിയാണ്. വല്ലാഹു അലം. രണ്ടാമത്തെ കാര്യം, ഹിദായത്തിന്റെ വഴി കണ്ടെത്താനും അതിലൂടെ സമാധാനം ലഭിക്കാനും സാധിക്കുന്ന ഹുദ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മളിവിടെ ഇരിക്കുന്നത് ആ ഹുദയുടെ ഭാഗമാണ്. ഒരുപക്ഷെ അവിടെ ഇരുന്നാലും നമ്മുടെ റബ്ബിനോട് നിരന്തരം തേടുന്നതും ആ ഹുദക്ക് വേണ്ടിയാണ്. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ കാണാം, വയഖൂലല്ലദീന കഫറൂ ലൗലാ ഉൻസില അലൈഹി ആയത്തും മിർ റബ്ബി ഖുൽ ഇന്നല്ലാഹ യുദില്ലു മൻ യശാ വയഹ്ദി ഇലൈഹി മൻ അനാബ്. കാഫിറുകൾ, അവിശ്വസിച്ചവർ നബിയെ പറ്റി പറയുന്നു, ഈ മുഹമ്മദിന്റെ മേൽ എന്തുകൊണ്ടാണ് ഇവന്റെ റബ്ബിങ്കിൽ നിന്ന് വല്ല ദൃഷ്ടാന്തവും ഇറക്കപ്പെടാത്തത്? നബിയെ പറഞ്ഞു കൊടുക്കാം, തീർച്ചയായും അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ വഴികേടിലാക്കുന്നു. അള്ളാഹുവിലേക്ക് ഇനാബത്ത് കാണിച്ചവരെ, താഴ്മയോടെ ഖേദിച്ച് മടങ്ങിയവരെ അവൻ തന്റെ ഹിദായത്തിലേക്ക്, ഹുദയിലേക്ക് അവൻ നയിക്കുകയും ചെയ്യുന്നു. ഈ ഓരോ വാക്കിന്റെ തഫ്സീർ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അതിന്റെ ആശയം അത്ര പറഞ്ഞു. അത്ര വിശാലാണ് വിഷയം ഇനാബത്ത്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, അഖ്സാം ഇബാദത്തിന്റെ അൻവാഅകൾ, ഉലൂഹിയ്യ, റുബൂബിയ്യ, അസ്മാഉ സിഫാത്ത്, ഇബാദത്തിന്റെ അഖ്സാമുകൾ, ദുആ, ഇസ്തിഗാസ, ഇസ്തിആന, ഇസ്തിആദ, സ്വലാത്ത്, സിയാം, സകാത്ത്, ഇങ്ങനെ എണ്ണുന്ന കൂട്ടത്തിൽ അഹ്ലുസുന്ന പഠിപ്പിച്ചാണ് ഇനാബ. അത് ഇബാദത്തിന്റെ വകുപ്പിൽപ്പെട്ട നിസ്കാരം പോലൊന്നാണ്.
അല്ല, പല കർമ്മങ്ങൾക്കും ശക്തി പകരുന്ന ഒരു വല്ലാത്തൊരു അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമക്ക് നൽകുന്ന ഒരു തൗഫീഖ് കൂടിയാണ്. മൂന്നാമത്, ഇനാബത്ത് കൊണ്ട് ലഭിക്കുന്ന മെച്ചങ്ങളിൽ, നേട്ടങ്ങളിൽ, അഥവാ അള്ളാഹുവിലേക്ക് താഴ്മയോടെ ഖേദിച്ച് മടങ്ങിയാൽ കിട്ടുന്ന ഏറ്റവും വലിയ മെച്ചം എന്തറിയോ? അള്ളാഹുവിന്റെ സ്വർഗമാണ്. അവന്റെ ഖുർആനിൽ കാണാം, റബ്ബുൽ ഇസ്സത്ത് പറയാണ്, വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽമുത്തഖീന ഗൈറ ബഈദ് ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ മുനീബ് لكل أواب حفيظ من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല പറയാണ്, തഖ്വ പാലിക്കുന്നവർക്ക് അകലെയല്ലാത്ത വിധത്തിൽ, വിദൂരമാകാത്ത രീതിയിൽ സ്വർഗം അടുത്തുകൊണ്ടുവരപ്പെടുന്നതാണ്. എന്നിട്ടോ മുത്തഖീങ്ങളോട് പറയപ്പെടും, അല്ലാഹുവിങ്കലേക്ക് ഏറ്റവും അധികം മടങ്ങുന്നവനും ജീവിതം കാത്തുസൂക്ഷിക്കുന്നവനുമായ ഏതൊരാൾക്കും നൽകാമെന്ന് നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നതാകുന്നു അത്. ആർക്കാണ്? രണ്ടു കൂട്ടർക്ക് വാഗ്ദാനം നൽകപ്പെട്ട സ്വർഗം. ഒന്ന് മുത്തഖീങ്ങൾക്ക്, രണ്ട് മുനീബീങ്ങൾക്ക്. ആരാ മുനീബ്? അള്ളാഹുവിലേക്ക് കൽബുകൊണ്ടും ശരീരം കൊണ്ടും ഏത് നിമിഷവും മടങ്ങുന്ന ആൾക്ക് ഓഫർ ചെയ്തതാണ് സ്വർഗം. എന്നിട്ട് അള്ളാഹു തആല ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതായത് അദൃശ്യമായ നിലയിൽ, ഗൈബിയായ നിലയിൽ റഹ്മാനായ റബ്ബിനെ ഭയപ്പെടുകയും താഴ്മയുള്ള, ഇനാബത്തുള്ള, ഖേദിച്ച് മടങ്ങുന്ന ഒരവസ്ഥയിൽ അള്ളാഹുവിലേക്ക് വരികയും ചെയ്തവന് അവരോട് പറയപ്പെടും, സമാധാനപൂർവ്വം നിങ്ങൾ ആ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക, ശാശ്വതമായി വസിക്കാനുള്ള ദിവസമാകുന്നു ഇത് അത്. എന്നിട്ടോ അവർക്ക് അവിടെ അവർ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ പക്കലാകട്ടെ കൂടുതലായി പലതുണ്ടെന്നാണ്. ഈ അവസാന ഭാഗത്തിനെ വിശദീകരിക്കുന്നിടത്ത് അഹ്ലുസുന്ന കൊടുത്ത തഫ്സീർ എന്തറിയോ? സ്വർഗത്തിൽ അവരാഗ്രഹിക്കുന്നതൊക്കെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണോ സ്വർഗത്തിൽ ആഗ്രഹിക്കണം അതൊക്കെ അവർക്കുണ്ട്. എന്നാൽ നമ്മുടെ പക്കൽ കൂടുതലുണ്ട്. വലൈദൈന മസീദ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ആശയം എന്താണെന്നറിയോ? അതാണ് അള്ളാഹുവിന്റെ ലിഖാ, തിരുമുൽ കാഴ്ച. റബ്ബിനെ അവർക്ക് കാണാനുള്ള സൗഭാഗ്യവും അള്ളാഹു അവർക്ക് ഒരുക്കി കൊടുക്കുന്നതാണ്. നമ്മൾ ആരും ഇപ്പൊ റബ്ബിനെ ആരാധിക്കണം അള്ളാഹിനെ കണ്ടിട്ടല്ല. മുഹമ്മദ് നബി പോലും അള്ളാഹിനെ കണ്ടിട്ടില്ല. മഹാനായ മൂസാ നബി ആഗ്രഹിച്ചു, പക്ഷെ കാണാൻ പറ്റിയില്ല. ഈ നബിമാരൊക്കെ, സ്വാലിഹീങ്ങളൊക്കെ, ശുഹദാക്കളും സിദ്ദീഖുകളൊക്കെ കാണുന്നത് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലാണ്. അവരോടൊപ്പം ജീവിക്കുന്നവരായിരിക്കെ നമുക്കും അള്ളാഹു നൽകുന്ന ഓഫർ അതാണ്. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞല്ലോ അത് എന്ത്? അള്ളാഹുവിലേക്ക് അവങ്കിലേക്ക് തിരിഞ്ഞവരായിരിക്കുന്ന, അവനെ കാണുന്ന, അള്ളാഹുവിന്റെ വജ്ഹ് കാണുന്ന ഒരു വിഭാഗം, അതാണ് വലദൈന മസീദ്. സുബ്ഹാനല്ലാഹ്. അതിനുപോലും പ്രാപ്തമാക്കുന്നത്, സ്വർഗത്തിലേക്ക് പ്രാപ്തമാക്കുന്നത്, ആ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ ലിഖാ, തിരുമുൽ കാഴ്ച, റബ്ബിനെ നേർക്കുനേരെ കാണാനുള്ള സൗഭാഗ്യത്തിന് കാരണമാകുന്നത് പ്രിയമുള്ളവരെ ഈ ഇനാബത്താണ്. അഥവാ അള്ളാഹുവിലേക്ക് താഴ്മയോടെ ഖേദിച്ച് മടങ്ങുക എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ വളരെ പ്രധാനമായ 2 പോയിന്റ് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇനാബത്ത് എന്ന് പറയുമ്പോൾ, ഒന്ന്, അതിനകത്ത് തൗബയും ഇസ്തിഗ്ഫാറുമുണ്ട്. 2, ശരീരങ്ങളും മനസ്സും പൂർണ്ണമായി അള്ളാഹ്ക്ക് സമർപ്പിക്കുന്നത് എന്തൊക്കെയുണ്ടോ അത് മുഴുവനും ഇനാബത്ത്. ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഖുത്ബയുടെ പരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് പറ്റാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് കുറച്ച് വിശാലമായ സബ്ജക്റ്റ്. എത്രത്തോളം വെച്ചാൽ ഓരോരുത്തരും സ്വന്തമായി പരിശ്രമിക്കേണ്ടതും അവനവന്റെ കുടുംബത്തെ അതിലേക്ക് കൊണ്ടുവരാൻ മാത്രം പണിയെടുക്കേണ്ടതുമായൊരു വിഷയമാണ് ഇനാബത്ത് എന്ന്. പ്രിയമുള്ളവരെ, നമുക്കൊരാളിലേക്ക് മടക്കണം. അതാണ് ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബും. അള്ളാഹിനെ ലക്ഷ്യം വെച്ച്, അള്ളാഹിന്റെ തൃപ്തി ലക്ഷ്യം വെച്ച്, അള്ളാഹുവിന്റെ കോപത്തെ ഭയന്ന് അവന്റെ റഹ്മത്ത് ആഗ്രഹിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഈ ദുനിയാവിലൊരു അടിമയുടെ പ്രത്യേകത. ഒരടിമയുടെ ജീവിതത്തിന്റെ ലക്ഷ്യത അതൊരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി അവരിലേക്ക് മടങ്ങുന്ന സാലിഹ്യങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാവട്ടെ.
അള്ളാഹു നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ വിഷമതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ വിഷമതകളിൽ നിന്ന് അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലൊക്കെ രോഗികളുണ്ട്, അള്ളാഹുർക്ക് ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ട മുഅ്മിനീങ്ങളുണ്ട്, അള്ളാഹുർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന, അട്ടിയോടിക്കപ്പെടുന്ന നിരാലംബരും നിസ്സഹായരുമായ ഉമ്മത്ത് മുസ്ലിമ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമാധാനം ചെയ്യുമാറാവട്ടെ. അത്തരം പരീക്ഷണങ്ങൾ ഈ മണ്ണിനെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ മണ്ണിൽ അള്ളാഹുവിനെ കുറിച്ച് പറയാൻ, അവന്റെ കിതാബിനെ കുറിച്ച് പറയാൻ, അവന്റെ ഖലീലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന, ദീനിന്റെ ശിആറുകൾ മുറുകെ പിടിക്കാൻ തൗഫീഖ് ലഭിക്കുന്ന ഒരു മണ്ണാക്കി അള്ളാഹു ഈ രാജ്യത്തെ നിലനിർത്തി തരുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.